സെക്ഷലി, മെൻ്റലി, ഫിസിക്കലി. എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? മറ്റേ എന്നെ കുത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കാമെന്നറിയില്ലേ? ചേട്ടൻ്റെ ഫോൺ നമ്പർ പോലും ഇല്ലാത്ത ചേട്ടൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് കസിൻ ഉണ്ട്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലില്ലേ ഭാര്യയ്ക്ക് അവിടെ ഒരു സ്ഥാനമില്ല. ചേട്ടൻ്റെ കൂട്ടുകാരെന്ന് ചേട്ടൻ വിശ്വസിച്ചവരിൽ പോലും ചിലർ എന്നോട് എന്തെടുക്കുന്നു, ഈ അക്കൗണ്ട് നമ്പറൊക്കെ അയച്ചു തരൂ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ പറയുന്ന വർത്തമാനങ്ങൾ വേറെയാണ്. എന്നെക്കുറിച്ച് അവിടെ നാട്ടിൽ അവൾ അങ്ങനെ ഇങ്ങനെയാന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊന്നും ഞാൻ ഈ ജോലിക്ക് പോയതൊന്നും അറിയില്ല. അവൾക്കെന്താ ജോലി? അവൾക്ക് ഷൂട്ടിങ്. എന്ത് ഷൂട്ടിങ്? സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു മുഖം ജസ്റ്റ് ഒന്ന് മാറിയാൽ പോലും എന്താ അമ്മയെന്ന് ചോദിക്കും. എൻ്റെ വീട്ടിലേക്കുള്ള ആ മാറൽ ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ചേട്ടൻ ഈ ചെയ്ത സ്ഥാനത്ത് ഞാനായിരിക്കും. അതേപോലെ പ്രകൃതി പോലും ചിലപ്പോൾ സമ്മതിച്ചാണ്. കാരണം എനിക്ക് മുന്നും ആള് സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തും. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത്. ഈ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. നമ്മുടെ ഒരാളുടെ മരണം കൊണ്ടേ നമ്മുടെ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്ന് ചേട്ടൻ തോന്നലുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, ഞാനത് ചെയ്യാം. കാരണം എനിക്ക് അച്ഛനായിട്ടുള്ള ഒരു ഓർമ്മകളും ഇല്ല. ഇന്നത്തെ കാലത്തെ കുട്ടികൾ അത് പറയാൻ കുറേ കൂടെയൊക്കെ മടിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കാവ്യനെ കണ്ടിട്ടാണ് കാവ്യയുടെ മകൻ വളരുന്നത്. അവന് കുറേ കൂടെ സൊസൈറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെക്കുറിച്ചൊക്കെ എന്നോട് കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, മോൻ അമ്മ സാരമില്ല. അവൻ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് സങ്കടം. അമ്മ കരഞ്ഞാൽ ഞാൻ കരയും, അമ്മ കരയാതിരുന്നാൽ മാത്രം ഞാൻ കരച്ചാൽ. സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു മുഖം ജസ്റ്റ് ഒന്ന് മാറിയാൽ പോലും എന്താ അമ്മയെന്ന് ചോദിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരിക്കലും അത് ചെയ്യൂല. മറ്റൊരു കുഞ്ഞിനെ വേദനിപ്പിക്കാൻ ഇപ്പോഴത്തെ പാരൻറ്റും പണ്ടൊക്കെയാണ് ഇപ്പോഴും നമ്മളോടൊക്കെ പറയുന്നത് അവരോട് കൂട്ടുകൂടരുത്. അവർ ഞങ്ങളോടൊക്കെ പറയുന്നത് അവർ കോളനിയിൽ നിന്ന് വരുന്ന കോളനി പിള്ളേർ, അവർ എന്തോ മോശമാണ്, മിണ്ടരുതെന്നാണ് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് ആ പെയിൻ അറിയാം. ആ പെയിൻ അറിയുമ്പോഴാണ് എനിക്ക് ഈ പെയിൻ. ഒരമ്മയെക്കുറിച്ച് നമ്മുടെ പറഞ്ഞ പോലെ തന്തയില്ലാത്തവനെ എല്ലാവരും വിളിക്കാറുള്ളത്, തള്ളയില്ലാത്തവനെന്ന് ആരും പറയാം. എല്ലാവരും അയ്യോ ആ കൊച്ചിന് അമ്മയില്ലേന്നില്ല. അതിലൊരു അയ്യോ ഒക്കെ ചേർത്തിട്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ അവിടെയാണ്. ഞാനിപ്പോൾ ഈ മാറ്റം എൻ്റെ വീട്ടിലേക്കുള്ള ആ മാറൽ ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ചേട്ടൻ ഈ ചെയ്ത സ്ഥാനത്ത് ഞാനായിരിക്കും. 100% ഞാനായിരിക്കുമോ ചെയ്യാൻ പോണത്. കാരണം ഈ പോകാൻ പറ്റുന്ന കാര്യം നോക്കിയിട്ട് നടക്കുന്നില്ല. ഈ കഴിഞ്ഞ കാലം ഫുള്ള് ആളിതിന് വേണ്ടി ട്രൈ ചെയ്യും, പൈസ കൊണ്ട് കളയും. അതില്ലാതാവുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കണ്ടേ? കുടിക്കും. സെക്ഷലി, മെൻ്റലി, ഫിസിക്കലി. എനിക്കങ്ങനെ പറയാൻ പറ്റും. അത്രയും ഉപദ്രവിക്കും. പക്ഷെ ആൾക്ക് കുടിച്ച് കഴിഞ്ഞ് ചെയ്യണമെന്നും പിറ്റേന്ന് ഓർമ്മയുണ്ടാവില്ല. ഇന്ന് കുടിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നാളെ പിന്നെ ആൾക്കത് മനസ്സിലാവണത് എൻ്റെ മേത്തെ പാടുകൾ കണ്ടിട്ടാണ്. എനിക്ക് എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ടേച്ചി. ഇപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ആൾ മരിക്കുന്നതിന് മുൻപുള്ള ഒരാഴ്ച എന്ന് പറയണത് അത്രയും സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഡെയിലി വിളിക്കും, എണീക്കുമ്പോൾ വിളിക്കും, കിടക്കുന്ന വരെ ഞങ്ങൾ ചാറ്റ് ചെയ്യും. അപ്പം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഫുള്ള് ചാറ്റും. അങ്ങേറ്റ ആളിത് ചെയ്യുന്നത് 12-ാം തീയതി രാത്രി, 13-ാം തീയതി 12 മണി സമയത്ത് എന്തോ ആണ്. അന്ന് രാത്രി 9:30 വരെ ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 10 മണിക്ക് 10:01 എനിക്കൊരു ഗുഡ് ബൈ വന്ന്. അപ്പം ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 11:30 ആയപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാനൊരു ഹലോ ഇട്ട്. അത് സെൻഡായില്ല. പക്ഷേ ഈ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് FIR റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് ചെന്ന സമയത്ത് ആളുടെ ഫോൺ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തായിരുന്നു. ആ ടൈമിൽ ആ പോലീസുകാരെനിക്ക് അവർ ഫോണെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് തരൂലേ, ഞങ്ങളുടെ ചാറ്റ് ഓപ്പൺ ആക്കിയിട്ടാണ് തന്നത്. അത് ഓപ്പൺ ആക്കി തന്ന സമയത്ത് ചേട്ടാ ലാസ്റ്റായിട്ട് എനിക്ക് ആ ഗുഡ് ബൈ മാത്രമല്ല അയച്ചേക്കുന്നത്, വേറെ 2-3 മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ട്. ഗുഡ് ബൈ, ഉമ്മ, ഒരുപാട് ഇഷ്ടമാണ്, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. പക്ഷെ ഇതൊന്നും എനിക്ക് സെൻഡായില്ല. ഇപ്പോഴും റെഡായിട്ട് കിടക്കുക. അതെന്താണെന്ന് എനിക്കറിയില്ല. അതേപോലെ പ്രകൃതി പോലും ചിലപ്പോൾ സമ്മതിച്ചാണ്. കാരണം എനിക്ക് മുന്നും ആൾ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തും. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ രാത്രി ആണെങ്കിൽ കൂടി ഞാൻ അവിടെ ഉള്ള ചേട്ടൻ്റെ കൂട്ടുകാരെയോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ വിളിച്ച് അവിടെ എത്തിക്കും. എന്നിട്ട് പറയും ഞാൻ അവളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാന്ന് പറയും. ആൾക്ക് ഇടയ്ക്കുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്. പക്ഷെ ആ സമയത്ത് ഇതിപ്പം
ഈ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. പിള്ളേർക്കറിയാമായിരുന്നോ ദ്രോഹിക്കുന്നതും? പിള്ളേർ കണ്ടിട്ടുണ്ട്, പിള്ളേർക്ക് അറിയാം, മോന് നന്നായി അറിയാം, മോൾക്കും അറിയാം. മോൾക്ക് 7 വയസ്സായിട്ടുള്ളൂ, പക്ഷെ മോൾക്കും അറിയാം. അത്യാവശ്യം എല്ലാവർക്കും അറിയാം, അവരുടെ ഫാമിലിയിൽ ഉപദ്രവിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഉപദ്രവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കിൽ നിന്നൊക്കെ ചോര വരും. അങ്ങനെ അത്യാവശ്യം നന്നായി ഉപദ്രവിക്കും. ഇത് കുടിച്ചിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് ചേട്ടൻ. വണ്ണം കൊണ്ടായാലും പൊക്കം കൊണ്ടായാലും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. നന്നായി ഉപദ്രവിക്കും. പക്ഷേ ഈ പിറ്റേന്ന് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിൻ വിഷയം. കൈ കൊണ്ട് അടിക്കുമോ? കൈ കൊണ്ടേ അടിക്കുള്ളൂ, കൈ കൊണ്ടടിക്കും. അങ്ങനെ ആൾക്ക് എന്ത് തോന്നുന്നു, ആൾക്ക് ഒരുമാതിരി മെൻ്റൽ പോലെയാണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, ഫുള്ള് തീർക്കണം. ഇപ്പം ഈ ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അന്ന് ഞങ്ങൾ തമ്മിൽ വഴക്ക് മാറിയതുപോലെ ഞാൻ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാമെന്ന് പറഞ്ഞു വന്ന്. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ നേരിട്ട് മീറ്റ് ചെയ്ത് ഇടയ്ക്ക് 1-2 തവണ കണ്ട്. ഇത് ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപ്, എടി എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടന്നിട്ട് പറ്റണില്ല, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇത് ചെയ്യുന്നതിന് മുൻപത്തെ ശനിയാഴ്ച രാത്രി വീട്ടിൽ വന്ന് നിന്ന് പിറ്റേന്ന് രാവിലെ പോയത്. ഇതൊന്നും ആളുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു, നാട്ടുകാർക്കും അറിയില്ലായിരുന്നു. ആകെ ഞങ്ങൾ തമ്മിൽ വഴക്കില്ല എന്നറിയാവുന്നവർ ഒരു 3 പേർക്കാണ്. ഒന്ന് കൊടുങ്ങല്ലൂരുള്ളൊരു ഒരു ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരൻ തന്നെ, പിന്നെ ഗൾഫിലുള്ള ചേട്ടൻ്റെ മുൻപുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ, പിന്നെ ആലപ്പുഴയിലുള്ളൊരു ചേട്ടൻ. ഈ 3 പേർക്കേ അറിയുള്ളൂ ഞങ്ങൾ തമ്മിൽ വഴക്കില്ല എന്നുള്ളത്. ബാക്കി ആർക്കും അറിയില്ല. മറ്റേ എന്നെ കുത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കാമെന്നറിയില്ലേ, ചേട്ടൻ്റെ ഫോൺ നമ്പർ പോലും ഇല്ലാത്ത ചേട്ടൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് കസിൻ ഉണ്ട്. അവള് എൻ്റെ ചേട്ടനെ നീ കൊന്നില്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ചയൊക്കെ എടുത്ത് ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് എന്നെ ഒരുമാതിരി ഇതാക്കാന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്ത്. ഞാനിങ്ങനെ ഓർത്ത്, ഇത്രയും നാൾ ചേട്ടനെ വിളിക്കാത്ത, ചേട്ടൻ എന്ത് ചെയ്യുന്നെന്ന് അറിയാത്ത, ചേട്ടനെ കുറിച്ച് ഒന്നും അറിയാത്തവർ, നമ്മുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലില്ലേ ഭാര്യയ്ക്ക് അവിടെ ഉറ്റ സ്ഥാനമില്ല. ഭാര്യ ഒന്നുമല്ല ചേച്ചി. നല്ല കുടുംബം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യമാണത്. മനസ്സിലാക്കാൻ പറ്റുന്നവർ ചുറ്റും ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. പക്ഷേ ഇല്ലേ, അല്ലാത്തവർക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളും മൈൻഡ് ചെയ്യില്ല. അന്ന് ചേട്ടനെ അഴിച്ചുകൊണ്ട് പോയിട്ട്, രാവിലെ ഞങ്ങളവിടെ ചെന്നിട്ട് അഴിച്ചുകൊണ്ട് പോയിട്ട് 3-3:30-4 മണിയായി ചേട്ടനെ കൊണ്ടുവന്നപ്പോൾ. ആ സമയം വരെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഉമ്മറത്ത് ഞാനും പിള്ളേരും എൻ്റെ അമ്മയും, എനിക്കങ്ങനെ അധികം ബന്ധുക്കളൊന്നുമില്ല, അമ്മയും മാത്രം ഇങ്ങനെ ഇരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരാൻ പോലും ഒരാളും വന്ന് അന്വേഷിച്ചില്ല. എല്ലാവരും അപ്പുറത്ത്, ഒരാളും നോക്കിയില്ല ഞങ്ങൾ. അത് കഴിഞ്ഞ് ആവശ്യമൊക്കെ കഴിഞ്ഞ് പിറ്റേതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തമ്മിൽ വലിയ വഴക്കൊന്നും ഇല്ലായിരുന്നെന്ന് പലരുമൊക്കെ അറിഞ്ഞത്. അപ്പോൾ സഞ്ചയനത്തിൻ്റെ അന്നൊക്കെ ജസ്റ്റ് ഒന്ന് മിണ്ടിപ്പോയെന്നല്ലാതെ ഒരാളും ഇന്നീ നിമിഷം വരെ ഒരാളും വിളിച്ച് നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടില്ല. ഈ ഫിസിക്കലി എങ്ങനെയായിരുന്നു? ഭയങ്കരമായിട്ടും ഇപ്പം അടിക്കുമെന്ന് പറഞ്ഞു, അല്ലാണ്ട് സെക്ഷലി എങ്ങനെയായിരുന്നു പുള്ളി? അതും ഈ കുടി കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ചേച്ചി. കൺസൾട്ടിങ്ങിന് കൊണ്ടുപോവാം ആ ഒരു ലെവലിൽ വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു ചിറ്റയുണ്ട്, പുള്ളിക്കാരി നേഴ്സാണ്. പുള്ളിക്കാരിയായിരുന്നു എനിക്ക് മരുന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ മരുന്ന് വാങ്ങിച്ചിരുന്നത്. ഈ 2 വീടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ നടക്കുന്ന പലതും എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ, ഞാൻ എല്ലാം സഹിച്ചു എന്നുള്ളതാണ്. ഞാൻ അപ്പുറത്ത് പോലും അറിയിക്കാതിരിക്കാൻ നോക്കി പലതും. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവിടെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടി പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെടി, ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നിങ്ങൾ തമ്മിൽ എന്തുണ്ടെങ്കിലും നീ ഒരു 10 പേരത് അറിയിക്കുമെന്ന് പറഞ്ഞു. നിന്നെ അവൻ ഉപദ്രവിക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് നീ ചിലപ്പോൾ നാണക്കേട് വിചാരിക്കും. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിങ്ങനെ പറയുന്നെന്ന് ചിലപ്പോൾ നിന്നൊരു 4 പേര് പറയും, എന്നാലും നീ ഒരു കുറച്ച് പേരത് അറിയിക്കണോട്ടാന്ന് പറഞ്ഞ്. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവരെ ഒന്നും ആരും പറയില്ല, നമ്മൾ മാത്രമേ ഇരിക്കുള്ളൂ കുറ്റക്കാർ. കാരണം ആർക്കും ഒന്നും അറിയില്ല. ഞാൻ ചേട്ടനോട് എപ്പോഴും പറയാമായിരുന്നു, ഞാനില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് ചേട്ടൻ വേണമെന്ന് എപ്പോഴും പറഞ്ഞിരുന്നതാ. അത് ചേട്ടൻ കഴിയും. അപ്പോൾ ഞാൻ ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ അങ്ങനെയൊക്കെ മരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഒരാളുടെ മരണം കൊണ്ടേ നമ്മുടെ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്ന് ചേട്ടൻ തോന്നണുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, ഞാനത് ചെയ്യാം. കാരണം എനിക്ക് അച്ഛനായിട്ടുള്ള ഒരു ഓർമ്മകളും ഇല്ല.
ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് വേറെ പെണ്ണ് കിട്ടിയാലും ആരെങ്കിലും ഒന്നും പറയില്ല, പക്ഷേ ഇത് പറ്റില്ല, എന്നെക്കൊണ്ട് ഇവരെയും കൊണ്ട് പോവാന്ന് പറയുന്നത് സമൂഹം സമ്മതിക്കില്ല. ഇപ്പം തന്നെ ഇപ്പം മരിച്ചിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ ചേച്ചി. ചേട്ടൻ്റെ കൂട്ടുകാരെന്ന് ചേട്ടൻ വിശ്വസിച്ചവരിൽ പോലും ചിലർ എന്നോട് എന്തെടുക്കുന്നു, ഈ അക്കൗണ്ട് നമ്പറൊക്കെ അയച്ചു തരൂ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ പറയുന്ന വർത്തമാനങ്ങൾ വേറെ. ഇത്രയും ദിവസമായിട്ടുള്ളൂ, അതിനിടയിലുള്ള പ്രശ്നങ്ങളാണ്. ഒറ്റയ്ക്കല്ലേ അങ്ങേറ്റം. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ട് ഞാനിപ്പോൾ കുറേ ക്ഷീണിച്ച്, കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു, ആ ക്ഷീണിച്ചത് ചേട്ടൻ പോയോണ്ടാണെന്നുള്ള രീതിയിൽ വരെ എന്നോട് സംസാരിക്കും. ജോലിയുടെ സംബന്ധമായിട്ട് റീൽസ് നമുക്ക് എലക്ഷൻ ഇതാകുമ്പോൾ നമുക്ക് അപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും വർക്ക് കിട്ടുന്നത്. ഞാനൊരു 2 റീലിട്ടപ്പോൾ ആ റീലിന് താഴെ കൊണ്ടുവന്ന് ചേട്ടൻ്റെ ആദരാഞ്ജലി പോസ്റ്റ് കമൻ്റ് ഇടുന്നു, എൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് എന്നെ അറിയിക്കുന്നു. ചിലർ പ്രാക്ക്, നിന്നെ ദൈവം വെറുതെ വിടൂലടി. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടവും കഷ്ടവുമാണ് ഇപ്പം കഴിഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് എനിക്കിനി എന്ത് വരാനാണ്? ഇപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോകില്ല എന്ന് പറഞ്ഞു. ഇപ്പം മോളാണെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്ത് ഈ അടുത്തിടെയാണ് വന്നതും. ഇപ്പം ഈ ഇതൊന്നാമത്തെ കാര്യം, ഒരു റിമോട്ട് ഏരിയ ആണ് നിങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരാളിങ്ങനെ ഈ പറയുന്ന ഒരു ഭാര്യ ഒരു കുടുംബം നോക്കി ഇപ്പം സ്വന്തം അമ്മ വളർത്തിയ പോലെ വീട്ടുജോലിക്ക് പോവാണ്ട് പകരം അതിനും പോയിട്ടുണ്ട് ചേച്ചി. ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മ പോയിരുന്ന ജോലിക്ക് തന്നെ പോയിട്ടുണ്ട്, ക്ലീനിങ്ങിന് പോയിട്ടുണ്ട്. ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫ്ലവേഴ്സ്, മഴവില്ല്, അമൃത ഇത്രയും ഒരു 10-15 എപ്പിസോഡോളം ചെയ്തിട്ടുണ്ട്. ആ സമയത്തും ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ഈ എറണാകുളത്ത് ഒരുപാട് എക്സിബിഷനുകൾ നടക്കില്ലേ, അങ്ങനത്തെ എക്സിബിഷനുകളിൽ ചവിട്ടി, ചൂല്, അലുവ, ഉലോസ് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. പലരും കണ്ടിട്ടുണ്ട് അത്. ക്വാളിഫിക്കേഷൻ അത്ര വലിയ ക്വാളിഫിക്കേഷനൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറിയോട് കൂടിയിട്ട് മാസത്തിൽ കിട്ടുന്നൊരു ജോലി എനിക്ക് കിട്ടും. പക്ഷേ വീട്ടിൽ ഈ മൈക്രോ ഫിനാൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് മാസത്തിലെ പൈസ കാത്തു നിൽക്കാൻ പറ്റില്ല. ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾ ചോദിക്കുമ്പോൾ പൈസ കടം മേടിച്ച് ഒപ്പിച്ചു കൊടുക്കും. പണിയെടുത്ത എങ്ങനെയായാലും എനിക്ക് അവിടെ സമാധാനമായിട്ട് നിൽക്കണമെങ്കിൽ ഞാനിതൊക്കെ ചെയ്തേ പറ്റൂ. അങ്ങനെ ഞാൻ വെറുതെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ എനിക്ക് ആൾ ഉണ്ടാവാൻ വേണ്ടിയായിരുന്നു ചെയ്തതെന്ന് പറയാം. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ചെയ്തത് വെറുതെ പോയി. എക്സിബിഷൻ സ്റ്റാളിൽ നിൽക്കുമായിരുന്നു, കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ഇല്ലേ, ചേട്ടൻ വീട്ടിലിരിക്കും, ഞാൻ ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറിക്ക് പോകും. അതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്നും അറിയാം. ഇപ്പം എന്നെക്കുറിച്ച് അവിടെ നാട്ടിൽ അവൾ അങ്ങനെ ഇങ്ങനെയാന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊന്നും ഞാൻ ഈ ജോലിക്ക് പോയതൊന്നും അറിയില്ല. അവർക്കെന്താ ജോലി? അവർക്ക് ഷൂട്ടിങ്. എന്ത് ഷൂട്ടിങ്? ഇതൊന്നും നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയുള്ളതൊന്നും ആരും അറിയില്ല. അതേസമയം നമ്മളവിടെ ഒരു ആടിൻ്റെ അടുത്ത് ആരുടെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞ് നിന്നിട്ടുണ്ടോ, എല്ലാവരും അറിയുന്നത്. ഇപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെന്താ പറയുന്നത്? അച്ഛനും അമ്മ അങ്ങനെ ഇപ്പം ആരും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇത് സംഭവിച്ചപ്പോൾ മാത്രം അതും പുള്ളിയുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളൊന്നും പറഞ്ഞിട്ടില്ല. എവിടുന്നോ വന്നവരെന്ന് പറയില്ലേ, അവർക്കാ പ്രശ്നം. മൈൻഡ് ചെയ്യുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആരും നമ്മളെ വിളിക്കുന്ന അന്വേഷിക്കുന്നൊന്നുമില്ല. ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ആരും പിള്ളേരും ഉണ്ടട്ടോ എൻ്റെ കൂടെ. ഇപ്പോൾ ആളുകൾ ഇപ്പോഴും വേണമെങ്കിൽ വിചാരിക്കും പിള്ളേരെ എവിടെയോ ഞാൻ എൻ്റെ തന്നെ ഇഷ്ടത്തിന് നടക്കുകയെന്ന്. ഒരിക്കലും അല്ല. എൻ്റെ മക്കളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അവരെ ഞാൻ നോക്കും, എനിക്ക് പറ്റും വരെ നോക്കും. ആരും പക്ഷേ വിളിച്ചന്വേഷിക്കാറില്ല. ലൈഫിൽ അതായത് ജനിച്ച നാൾ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെയും ഇങ്ങനെ തന്നെ കുറേ ഈ 27-28 വയസ്സിൽ ഇങ്ങനെ തന്നെ മാത്രമേ ലൈഫുള്ളൂ. പക്ഷേ നമുക്ക് അവിടെയും നമുക്ക് ജീവിക്കണം, ഇപ്പം ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോഴും ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് ഇപ്പോഴും ഉണ്ട് ചേച്ചി. ഈ കുറച്ച് ദിവസം മുൻപ് വരെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്.
പക്ഷെ ഇപ്പം എനിക്ക് ഈ കുറച്ച് ദിവസമായിട്ട് അത് പോകുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ നാട്ടിൽ വന്ന് നിൽക്കൽ തീരെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് വന്നു പോവും, അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പം ഞാനിവിടെ സ്ഥിരമായിട്ടുണ്ട്, ജോലിക്ക് ഇറങ്ങുന്നുണ്ട്. എനിക്ക് ജോലിക്ക് വരാനോ എനിക്ക് വെറുതെ വീട്ടിലിരിക്കാനോ സത്യം പറഞ്ഞാൽ തോന്നണത്. പക്ഷേ ഞാനിരുന്നിട്ട് കാര്യമില്ലല്ലോ, വേറെ ആരും ഇല്ല. ഈ ലോണ് കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കിരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ വയ്യാത്തതാണ്, അത് ഇപ്പോഴും വീട്ടുപണിക്ക് പോയിക്കൊണ്ടിരിക്കുക. അമ്മേനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് എനിക്ക് പ്രാക്കിടുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് തന്നെ പോകണം. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പഴയ കൂട്ടുകാരോ അറിയാവുന്നവരോ അല്ലെങ്കിൽ ആരായിക്കോട്ടെ കണ്ട് മിണ്ടി സംസാരിച്ച് കഴിയുമ്പം ഇപ്പം കല്യാണത്തിന് മുൻപാണെങ്കിൽ എല്ലാവരും ചോദിക്കും വീട്ടിലാരൊക്കെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ചോദ്യം അച്ഛൻ. അന്ന് ഞാൻ വിഷമിച്ചിരുന്നത് അച്ഛൻ എന്തെന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ആരും മിണ്ടിയാലും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത് ആ കല്യാണം കഴിഞ്ഞില്ലേ, ആ ഹസ്ബൻഡോ. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റക്കായി പോകുന്നു, എനിക്കൊന്നും പറയാൻ പറ്റണില്ല. ഇന്ന് മുൻപൊപ്പം പഠിച്ചിരുന്നൊരു പെൺകുട്ടീനെ കണ്ട്, അവളും കല്യാണം കഴിച്ചിട്ടെന്തോ ഇവിടെ വെറുതെ വന്നേക്കുന്ന. അപ്പോൾ നിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞില്ലേ, കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് എസ്കേപ്പായി പോരാന്ന് വിചാരിച്ചപ്പം അവളും. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നു, അപ്പം എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ പറയാൻ. ഞാൻ ആളിപ്പോൾ ഇല്ല, ഇങ്ങനെ മരിച്ചുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റ പോക്കങ്ങ് പോകുന്നു. ഇനി ഈ ചോദ്യമാണ് എൻ്റെ പ്രശ്നം. എവിടെ ചെന്നാലും അത് ചോദിക്കില്ലേ എന്നാലോചിക്കുമ്പോഴും. നമ്മൾ സ്ത്രീകൾ പൊതുവെ ഈ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഒന്ന് ഒരുങ്ങി നടന്നാൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഹസ്ബൻഡിനെ ഇപ്പോൾ നമ്മൾ ഡിവോഴ്സായിട്ടോ സെപ്പറേറ്റഡ് ആയിട്ടോ ഈവൻ ഇഫ് മരിച്ചാലോ വന്നാലും നമ്മുടെ എന്തോ കുറവ് കൊണ്ട് ഇവരിതെല്ലാം ചെയ്തതെന്ന് പറയും. ഡിവോഴ്സാണെങ്കിലും എന്താ പറയുക, സെപ്പറേഷൻ ആണെങ്കിലും മരണമാണെങ്കിലും നമ്മളെന്തോ കാണിച്ചു അവൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇപ്പം എന്താ പറയുക, കാവ്യനെ എനിക്ക് മനസ്സിലാവും. അമ്മേനെ പണിക്ക് വിട്ടിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. ടോട്ടലി നമ്മൾക്ക് ഒന്നും ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സമയത്താണ് കാവ്യ നിൽക്കുന്നത്. ആ കാവ്യ നിൽക്കുമ്പോൾ മെൻ്റലി ഫിസിക്കലി ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ ജോലി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു അതായത് അത് വരുമാനമാണ്, രണ്ട് പറ്റണില്ല, ഓടാൻ പറ്റണില്ല. പക്ഷെ കുഞ്ഞുങ്ങളുടെ മുഖം നോക്കിയാൽ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടേ? മക്കൾക്ക് എന്ത് പറഞ്ഞ് മനസ്സിലാവുമെങ്കിലും മക്കളെ എല്ലാ കാര്യം അറിയിച്ച് വേണം വളർത്താനെന്ന് പറയും. അങ്ങനെ തന്നെ ചെയ്യണം കാവ്യ. കാരണം ഞാൻ ഇപ്പം വീട്ടിലമ്മയെ പോലും പറയുന്നുണ്ട്, ചേട്ടൻ പോയതിന് ശേഷം അവരെന്തു പറഞ്ഞാലും ഞാനിപ്പോൾ ചെയ്തു കൊടുക്കും. ഒന്നും അത് അമ്മ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെ ചെയ്യരുത്, അവരോടില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം, അവർ പറയുന്നതെല്ലാം ചെയ്ത് കൊടുക്കരുതെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് പേടി എന്താണെന്നറിയോ, ഞാൻ വിഷമിച്ചിട്ടുണ്ട് അച്ഛനില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് കിട്ടിയാണ് ഇത് കിട്ടിയത്. ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അച്ഛനില്ല എന്നൊരു അച്ഛൻ്റെ ആ സ്പേസ് ഫില്ല് ചെയ്യാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല, വേറൊരാളെ കൊണ്ടും പറ്റില്ല. പക്ഷേ അവരൊരു കാര്യത്തിന് പോലും അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു, പക്ഷെ അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല എന്ന് എന്തെങ്കിലും എനിക്കത് കേൾക്കേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ തകരും. അതില്ലാതിരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, കാവ്യയുടെ അമ്മ 2 കല്യാണം കഴിച്ചാന്ന് കാവ്യ അറിയുന്നത് പോലെ ഒരു പോയിന്റിലാണ്. നമ്മുടെ മക്കൾ അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ ഇനി എന്ത് നടന്നാലും അറിയണം. കാരണം ഞാൻ റീസെൻ്റായിട്ട് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കൂടുതൽ സിംഗിൾ പാരൻ്റാണ്, അവരിതുപോലെ സെപ്പറേറ്റ്. അവരുടെയൊക്കെ ആ മക്കൾ കൂടുതലും അമ്മമാർക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുക. കൺമഷി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തൊരു ലേഡിയുണ്ട്, അവർ എൻ്റർപ്രണറാണ്. എന്ത് രസമാണെന്ന് അറിയാം അവരുടെയൊക്കെ മക്കൾ. അതായത് ഒരു പരിധി കഴിയുമ്പോൾ ആ 2 ആൺപിള്ളേരാണ്, അവരാണ് വീട് നോക്കുന്നത്, കുക്ക് ചെയ്യുന്നത്. ചില ദിവസം ആ ഒരു ഇപ്പോൾ കാവ്യ ഒരു സ്ട്രഗ്ലിങ് പീരീഡിലാണ്. ലൈക്ക് ആരോട് പറയാനും പറ്റത്തില്ല, ആരും പറഞ്ഞ് ഇതേപോലെ വിശ്വസിക്കണം എന്നില്ല. ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പോലും അവൾ പൂങ്കണ്ണീര് ഒഴുക്കി അല്ലെങ്കിൽ അവൾ കള്ളത്തരം പറയുന്നതന്നേ പറയുള്ളൂ. ഒരാൾ അനുഭവിക്കുന്നതാണ് അയാളത് പറയുന്നത്, അല്ലെ അവൻ്റെ വീട്ടുകാരോട് ചോദിച്ചാൽ. കാരണം ഏറ്റവും വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഒരു ജേർണലിസ്റ്റായ നിങ്ങളുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു റീലിട്ടപ്പോൾ ഭർത്താവിൻ്റെ ആദരാഞ്ജലി പോസ്റ്റുകൾ അടിയിൽ കൊണ്ടിടുന്ന മനുഷ്യരുടെയൊക്കെ മാനസിക വൈകല്യം ഉണ്ടല്ലോ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത. പോസ്റ്റ് ഡിലീറ്റ് ആക്കി.
ആ പോസ്റ്റ് കൊച്ചു ഡിലീറ്റ് ആക്കിയോ അതോ ആ ഇല്ല, പോസ്റ്റേ ഡിലീറ്റ് ആക്കി. അതായത് കാവ്യ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് മരിച്ചെന്ന് എന്നോട് തന്നെ. അതായത് നീയൊന്നും സന്തോഷിക്കരുതടി, അല്ലെങ്കിൽ നീയൊന്നും നിൻ്റെ ജീവിതത്തിൽ സമാധാനത്തിൽ ജീവിക്കരുത്. ഒന്നെങ്കിൽ നീയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുക, ഞങ്ങൾ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ നീയൊന്നും സമാധാനത്തോടെ ജീവിക്കരുത്. ഇതാണ് അൾട്ടിമേറ്റ് ഈ സൊസൈറ്റി സ്ത്രീകളെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മാറ്റമുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവുന്നു. ഇപ്പം റീസെൻ്റ് ആയിട്ടൊരു നമ്മളൊരു ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടുകാരിയുടെ 8 വയസ്സുള്ള മകള് അവരുടെ അമ്മേനെ കളിയാക്കിയ ഒരു വ്ളോഗർക്ക് വരെ മറുപടി കൊടുത്തിട്ടുണ്ട്. 8 വയസ്സേ ഉള്ളൂ. ഇല്ല, എൻ്റെ മോൻ ഒരുപാട് ചേച്ചി അങ്ങേയറ്റം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. അച്ഛനും അമ്മയും മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ, വേറെ ആരും ചോദിക്കുന്നില്ല, എന്തെടുക്കുന്നെന്ന് പോലും ചോദിക്കുന്നില്ല. പക്ഷേങ്കിൽ ഞാനത് അവരുടെ അടുത്തൊന്നും പറയാറില്ല. പക്ഷെ എൻ്റെ മോൻ ഈ കുറച്ച് പൈസയുടെ ഇഷ്യൂസ് ഉണ്ട്, അത് ഇവരുടെ വേണ്ടപ്പെട്ട ബന്ധുവിനോടും ഉണ്ട്. അതിൻ്റെ പേര് പറഞ്ഞ് അവൻ ഡെയിലി അമ്മയ്ക്ക് ഒപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ. എങ്കിലും അമ്മ അതൊന്ന് ശ്രമിക്കണം, നമുക്കത് കൊണ്ട് കൊടുക്കണം എന്നൊരു വാശിയാണ് കയറിയിരിക്കുന്നത്. കാരണം ഞാൻ കേൾക്കാത്ത പലതും അവൻ കേട്ടിട്ടുണ്ട്. അവനതിനോട് പിന്നെ അവന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കൊണ്ടുകൊണ്ട് ലങ്സിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ബ്രീത്തിങ് പ്രോബ്ലം വരും, ടെൻഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് വയ്യാതാവും. ഇതെല്ലാം അറിയുന്നവരാണ് ഈ പറയുന്ന പുറമേ നിൽക്കുന്നവർ. അവരാരും അതുപോലും, അതിനെ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തന്നെ അവനൊരു 3-4 തവണ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും ആരും അന്വേഷിക്കാറില്ല. പക്ഷെ ഒരാൾക്കും ഞങ്ങളെ 29 വയസ്സായ ഞാനും ഈ 11ഉം 7ഉം വയസ്സായ ഈ 3 പേര് എങ്ങനെയെന്ന് ഒരാൾക്കും അറിയണ്ട. പക്ഷെ എനിക്ക് കയറി കിടക്കാനൊരു വീടുണ്ട്, വാടക കൊടുക്കണ്ട ആരും, എനിക്ക് ഇറക്കി വിടാൻ നാത്തൂമാരൊന്നുമില്ല. അതെൻ്റെ ഒരു ഭാഗ്യമാണ്, അതുമാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഈ ഡെയിലി നമ്മൾ അറ്റ്ലീസ്റ്റ് നീ ഓക്കെ അല്ലേ, നീ പോയാ പിള്ളേരെന്തെടുക്കുന്നു എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ നടക്കാൻ ആഗ്രഹിക്കും. പക്ഷെ അത് ചോദിക്കാൻ ആരുമില്ല. എനിക്കാണെങ്കിലോ അങ്ങോട്ട് ചെന്ന് പറയാനും ആരുമില്ല. എനിക്കത് മനസ്സിലാവും. കാരണം വെച്ചാൽ നമ്മളുടെ ഭയങ്കര മെൻ്റലി നമ്മളൊന്ന് തയ്യാറുമ്പോൾ ആരെങ്കിലും ഒരാൾ, ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് എന്തോ ഒരു ഭയങ്കര എനിക്കങ്ങനെ ഒരു ആരോഗ്യം ഒന്നിനും തോന്നുന്നില്ല. അപ്പം ഞാൻ വളരെ വേണ്ടപ്പെട്ട ചേട്ടനെ വിളിച്ച്, അപ്പോൾ പുള്ളി ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സേജ് വെറുതെ അയച്ചു, ചേട്ടാ ഞാൻ വെറുതെ വിളിച്ചതാണേ, നിങ്ങളോട് സംസാരിക്കാൻ വെറുതെ വിളിച്ചതാണേന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചു, ഞാൻ ചിരിച്ചോണ്ടാണ് വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ശരണി നീ ചിരിച്ചാൽ മതി, നിനക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ലൈക്ക് അദ്ദേഹത്തിൻ്റെ ആരുമല്ല, ലൈക്ക് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തൊരു ഒരാൾ എനിക്കൊരു പരിചയമുള്ള മനുഷ്യൻ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമുക്കങ്ങനെ ഒരു കുഞ്ഞു സ്പേസ് ആരെങ്കിലും തന്നിരുന്നെങ്കിലാണ്. പക്ഷേ ഈ എക്സ്പെക്റ്റേഷൻ ഭയങ്കര പ്രശ്നമാണ് കാവ്യ. ഞാൻ ഓവറായിട്ട് അതെനിക്ക് കാവ്യനെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ എന്നെ എക്സാമ്പിൾ ചെയ്ത് ഞാൻ പറഞ്ഞത്. എക്സ്പെക്റ്റേഷൻ പ്രശ്നമാണ്. ഇപ്പം കാവ്യ പറയുന്നുണ്ടല്ലോ, എന്നെ ആരും നോക്കുന്നില്ല. ആരും നോക്കണ്ട കാവ്യ, നീ നിന്നെ നോക്ക്, നിന്റെ 2 മക്കളെ നോക്ക്. ബ്രേക്ക് ചെയ്യാൻ പറ്റും, യു ക്യാൻ. എന്താണെന്നറിയോ, ഇത്രയും അനുഭവിച്ചു, ഇനി ഇത് കൂടുതൽ ഒന്നും അനുഭവിക്കാനില്ല. കാരണം മക്കൾക്ക് നമുക്ക് എന്താണെങ്കിലും ഞാൻ പറയല്ലേ, ഇനി ഞാനതാണ് കുറേ മുന്നേ ചോദിച്ചത്, നാട്ടുകാരെന്തു പറയും എന്നുള്ളൊരു ടാഗ്ലൈൻ വെട്ടിക്കളയുക. നാട്ടുകാരെന്തും പറയട്ടെ, അതുങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, കുഞ്ഞിന് അസുഖമുണ്ട്, അവനത് വരാതെ നോക്കുക, 2 മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടേ തന്നിട്ട് നമ്മുടെ വീട്ടിലൊന്നും ആവാനില്ല. ആരോഗ്യമുണ്ട് കാവ്യയ്ക്ക്, നിലവിൽ നോക്കുമ്പോൾ ഫിസിക്കലി ആരോഗ്യമുണ്ട്. പണിയെടുക്കുക, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക, അതിൽ നിന്ന് സമ്പാദിക്കുക. ഇപ്പം ആങ്കറിങ് ചെയ്യുന്നുണ്ടല്ലോ ഇൻഫിനിൽ, അവിടെ തന്നെ അത്യാവശ്യം നല്ല ഗസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. സോ അങ്ങനെ അവിടെ ഫോക്കസ് ഓൺ യുവർ വർക്ക്. അത് ചതിക്കത്തില്ല. അതിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് നിങ്ങൾ ഒരിക്കലും ചതിക്കത്തില്ല. അവിടെ നമ്മൾ 100% നമ്മളുടെ എന്ത് പ്രശ്നമാണെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന വർക്കിൽ ആ പ്രശ്നങ്ങളൊന്നും കാണിക്കാതെ വർക്ക് ചെയ്യാതെ നമുക്ക് തിരിച്ച് റിട്ടേൺ തരും. 101% നമുക്കത് റിട്ടേൺ തരും. അതിനൊരു വലിയ ഉദാഹരണമാണ് ഞാൻ. അവിടെ നമ്മൾ വെള്ളം ചേർക്കരുത് അതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. എനിക്ക് കാവ്യനെ മനസ്സിലാകും. ഒരു ഒറ്റയ്ക്കാകുമ്പോൾ എടി നീ കഴിച്ചോ, എന്തിയ പിള്ളേരെന്തി എന്നൊരു വാചകം മതി. ഇത്രയുമുള്ളൊരു ഡയലോഗ് പോലും തരാൻ ആരുണ്ടാവില്ല. പക്ഷെ അത് പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷ വരുമ്പോൾ, അങ്ങനെ ഒരാൾ ചോദിക്കാനുണ്ടാവും എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരുമ്പോൾ തന്നെ അങ്ങനെ ഒരാൾ വരാനില്ല. സോ കല്ലാക്കുക. കുറേയൊക്കെ നമ്മൾ എക്സ്പെക്റ്റേഷൻ വെടിയുക. ബുദ്ധൻ പറയുന്നുള്ള ആഗ്രഹങ്ങളാണ് നിരാശയ്ക്ക് കാരണം എന്ന് പറയും. ഇങ്ങനെ എക്സാക്റ്റ് ഇതാണെന്ന് അറിയില്ല. ആഗ്രഹങ്ങളാണ് നിരാശയ്ക്ക് കാരണം. പക്ഷേ
ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരുപാട് 28 വയസ്സിൽ ഒരുപാട് അനുഭവിച്ച ഒരാളോട് എനിക്കൊന്നും പറഞ്ഞു തരാനില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ, എന്ത് കാര്യത്തിനും വിളിക്കാം. എന്നതാണ് അന്നൊരു ദിവസം എനിക്ക് ഒട്ടും പറ്റില്ല എന്നുള്ളൊരിതുണ്ടായപ്പോൾ ഞാൻ ചേച്ചീനെ പോലും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഞാൻ ചേച്ചിയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെന്നതിന് അപ്പുറത്തേക്ക് ഒരു ഇതുമില്ല. എന്നിട്ടും ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് ചേച്ചി എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവസം സംസാരിച്ച്. അതാ ഞാൻ പറഞ്ഞേ, ഫുൾ ടൈം നമുക്കൊന്നും അവൈലബിൾ ആകാനില്ലെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കും, സംസാരിക്കും. അത് ഡെഫിനറ്റാണ്. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നമ്മൾ സംസാരിക്കും, സമയം കണ്ടെത്തും. പിന്നെ ആലോചിക്കുക, നമുക്ക് ചുറ്റുമുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് മനുഷ്യർ ഇതുപോലത്തെ എന്താ പറയുക, ഒരുപാട് പ്രയാസങ്ങൾ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആരോഗ്യമില്ലാത്ത മനുഷ്യരുണ്ട്. കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടല്ലാതെ ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഇടല്ലേ, കുഞ്ഞുങ്ങൾ പാമ്പ് കടിയേറ്റൊക്കെ മരിക്കുന്നു. നമുക്കൊരിക്കലും ഒന്നും, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക. നാട്ടുകാരെന്തും പറയട്ടെ, കാരണം അവർക്ക് പറയാനുള്ളതാണ് ഈ എന്തും. നമുക്ക് പറയാനുള്ളത് നമ്മുടെ കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നെ എനിക്കിപ്പം എനിക്കറിയില്ല എങ്ങനെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുമെന്ന്. എനിക്കും അറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഇതും പോസിറ്റീവായിട്ട് എടുക്കുക. ഇതിലെ കമൻസ് കണ്ടിട്ടോ, ഇതിലെ ആൾ കണ്ടിട്ടൊക്കെ കുറേ ഇത് ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഇപ്പോഴും അടിയും ഇടിയും തൊഴിയും നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് കടിച്ചു തൂങ്ങി നിൽക്കുന്ന സ്ത്രീകളുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ആവട്ടെ. ഞാനത് ഓർത്ത് ഇപ്പം എനിക്ക് കയറി കിടക്കാനൊരു വീടുണ്ട്. അപ്പം ചേട്ടൻ കടം മേടിച്ചേക്കുന്നവരുണ്ട്, ഞാൻ കടം മേടിച്ചേക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്കിപ്പോൾ ഒരു ജോലി ഉള്ളത് കൊണ്ടും കൂടെ നിൽക്കാൻ എൻ്റെ അമ്മയും അവരെങ്കിലും ഉള്ളത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞൊരു പെണ്ണാണെങ്കിൽ, അതും പുറത്തേക്ക് പോകാനൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഈ ആണുങ്ങൾ പറയുന്ന ആ ഒരു രീതിക്ക് ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പം ഭർത്താവ് പോയ വഴിക്ക് തന്നെ പോകേണ്ടി വരും. നമുക്കൊന്നുമില്ലെങ്കിലും നോ പറയാനറിയാമല്ലോ. കവിക്ക് നന്നായിട്ട് നോ പറയാനറിയാമല്ലോ. സത്യം പറഞ്ഞാൽ നോ അല്ലേ ചേച്ചി പറയുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കി വിടുക. എനിക്ക് കരച്ചിൽ വരുന്നു. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കി സംസാരിക്കാനോ അതിനുള്ള കഴിവ് എനിക്കില്ല. അന്നുമില്ല ഇന്നുമില്ല. പക്ഷെ എനിക്കത് പഠിക്കണം. കുറേ നോ ബാഗിൽ വെക്കണം. അത് വേറെ ഒന്നുമല്ല കാവ്യ, ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ മനുഷ്യന്മാർ അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ടും എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ചെറുതിലെ ട്രോമാസ് ഉണ്ട്, വേണമെങ്കിൽ മെഡിസിൻ എടുക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാവ്യക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പനി തലവേദന പോലെ തന്നെയാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് പ്രശ്നം വരുമ്പോൾ ഡോക്ടറെ കാണുക എന്നുള്ളത്. മനസ്സിലായോ? അത് ഉറങ്ങാൻ പറ്റുന്നില്ല. സോ ഡെഫിനറ്റ്ലി നമ്മളിത് പോട്ടെ, സാരമില്ലെന്ന് പറഞ്ഞാൽ അത് കുറയത്തില്ല. പനിക്ക് മെഡിസിൻ എടുത്താലേ പനി കുറയത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് അസുഖത്തിനും മെഡിസിൻ എടുത്താലേ അത് കുറഞ്ഞു വരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് മാനസിക പ്രശ്നം. അതായത് നമ്മൾക്ക് പറ്റില്ല എന്നുള്ളത്, നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. അത് മസ്റ്റാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. ഈ ലോകത്ത് തന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ വരണ്ട നിൽക്കേണ്ട ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ജീവിച്ച് തന്നെ പോകണം. അത് നല്ല ആരോഗ്യത്തോടെ പ്ലസൻ്റായി ഹാപ്പി ആയിട്ട്. നിങ്ങളൊരു അറിയപ്പെടുന്ന എന്താ പറയുക, നാളെ ഒരു കാലത്ത് ഇതൊക്കെ താണ്ടി വന്നിട്ട് നമ്മളൊരു സമൂഹത്തിനൊരു വഴികാട്ടിയായി നിൽക്കാൻ പറ്റും. നമ്മളെക്കൊണ്ട് ഇത്രയൊക്കെ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് വരാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ നിൽക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് എന്താ പറയുക, ഞാനിപ്പോൾ ഉപദേശിക്കുന്ന ഒന്നുമല്ല, പക്ഷേ മസ്റ്റായിട്ടും ഡോക്ടറെ കാണാൻ പറ്റുമെങ്കിൽ കാണുക. അത് മറ്റൊന്നിനുമല്ല, ആരോഗ്യം ഇതും വീണ്ടെടുത്തേ പറ്റുള്ളൂ. കാരണം ഫിസിക്കലി മെൻ്റലി കുറേ വീക്കാവുന്നുണ്ട്. എൻ്റെ കണ്ണീരിലല്ല, അത് എനിക്ക് വേറെ പ്രശ്നമാണ്. അത് എനിക്കിങ്ങനെ ആളുകളെ കേൾക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. അല്ലാണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാം. ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അറിയാം. നമ്മൾ പറയില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, ഇവിടെ വേറെ ആരും ഇല്ല കൂട്ടി, അത് കഴിഞ്ഞൊന്നുമില്ല. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ടിരിക്കാനല്ല, ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുക. അത് കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ എടുത്തടിച്ച് ഇങ്ങനെ നിൻ്റെ ഉത്തരവാദിത്തമാണെന്നല്ല, നമ്മളായിട്ട് ഭൂമിയിൽ കൊണ്ടുവന്നതാണ്. അത് 18 വയസ്സ് വരെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ. ഓക്കെ, അപ്പോൾ എന്താണ്, നിനക്കുണ്ടായ ബാല്യം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അതായത് ആരും വേദനിപ്പിക്കാതിരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആര് ചോദിച്ചാലും വിട്ടുകൊടുക്കരുത്. എന്തിൻ്റെ പേരിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും കുറേ ആളുകളുണ്ടല്ലോ, കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ജേർണലിസ്റ്റ് സൈഡിൽ നിന്ന് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഇവിടെ ഓഫീസിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. അത്രയും നല്ല മനുഷ്യന്മാരൊക്കെയുള്ളപ്പോൾ കട്ടയ്ക്ക് നിൽക്കുന്നേ. ഓഫീസിൽ നിന്ന് വന്നവരെ പോലും മരിച്ച സമയത്ത് അവരോട് പോലും മോശമായിട്ട് പെരുമാറി അവിടെ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞേ, ഉണ്ട് ഈ ലോകം അങ്ങനെയൊന്നും കണ്ണുകെട്ട പോയിട്ടൊന്നും ഇല്ല. ഉണ്ട്, മനുഷ്യന്മാരുണ്ട്. എന്താണെങ്കിലും കാവ്യയെ കൊണ്ട് മറികടക്കാൻ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു.
ഈ യൂറോപ്പ്, മാൾട്ട, പോളണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ ആ. ഒരുപാട് പേരെ പറ്റിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണല്ലേ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ വേറെ ഒരുപാട് പേരുണ്ട്. ചിലർ മരിക്കണില്ല എന്ന് മാത്രം, പക്ഷെ ഒരുപാട് പൈസ നന്നായി പറ്റിക്കുന്നുണ്ട്. ഇത് ശരിയാവില്ല എന്നാൽ അതവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ഏജൻറ്റ് തന്നെ 3 സ്ഥലത്തേക്ക്, ഇപ്പോൾ ചേട്ടൻ തന്നെ ഒരിടത്ത് കൊടുത്തേക്കുന്നത് ഓസ്ട്രേലിയ, നെതർലൻഡ്സ്, പിന്നെന്തോ ഇസ്രായേൽ, ഈ 3 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് തന്നെ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നു. ഇത് നമുക്ക് കുറച്ച് ഡിലേ ആവും, അപ്പോൾ നമുക്ക് അടുത്തേനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഏതെങ്കിലും ശരിയാവട്ടെ. ഹോപ്പ് കൊടുത്തില്ലേ. ശരിക്കും അവർ ചിലപ്പോൾ രക്ഷപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരാളുടെ സ്വപ്നങ്ങളെ കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ട് ഈ പറ്റിക്കില്ലേ, അതൊരു വല്ലാത്ത പരിപാടിയാണ്. അവർ മാത്രമല്ല, ഇപ്പം എന്നെപ്പോലെ തന്നെ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. ചേട്ടനും ഓരോ കേസ് ശരിയാവും എന്ന് പറയുന്ന സമയത്ത് പറയും ഇത് ശരിയാവും, എന്നിട്ട് നമ്മൾ വീട് വയ്ക്കും, അത് ചെയ്യും. ഇത് വെച്ച് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ പറയുന്നത് എന്താണെന്നറിയോ, പൈസയുടെ ഇടപാടിൽ നമുക്ക് ജസ്റ്റ് ചീറ്റിംഗ് കേസ് എടുക്കുക, എന്നതിനപ്പുറത്തേക്ക് അവർക്ക് കൂടുതലായിട്ട് ഇടപെടാൻ പറ്റില്ല. ആ ഒരു ഇതുണ്ട്. ഗവൺമെൻറ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഇങ്ങനെ പൈസയുടെ കാര്യത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആ പരിപാടിയിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട്. മനുഷ്യന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഇതിവിടെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സാധനം തട്ടിപ്പ് തന്നെയാണ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ അവരുടെ സ്വപ്നം, നമ്മുടെ സ്വപ്നത്തിനാണ് നമ്മൾ വില കൊടുക്കുന്നത്. ആ വിലയിൽ അവർ ജീവിക്കുന്നു, നമ്മൾ ആ സ്വപ്നത്തിൽ തന്നെ ജീവിക്കുന്നു. അതെ. എന്തായാലും കാവ്യ, ഇനി ഞാൻ കാണുമ്പോൾ മക്കളെ ഞങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ മെൻ്റലി ഫിസിക്കലി സ്റ്റേബിൾ ആവട്ടെ. താങ്ക് യു.